ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകൾക്കൊക്കെ എന്തൊക്കെയും പറയാനിരിക്കും? ഒരുപാട് കാര്യങ്ങളൊക്കെ സിജോന് പി ആർ കൊടുക്കണം, നന്നായിട്ട് പി ആർ കൊടുക്കണം. കാരണം ഇത്തവണ ഞാൻ ഒരുപാട് പി ആറിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളതുണ്ട്. അങ്ങനെ പറയാം. നോറയ്ക്ക് പി ആർ ഉണ്ടായിരുന്നു. ജിൻഡോ ജയിച്ചത് പി ആർ വർക്ക് കൊണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മുടെ സിജോയും നോറയൊക്കെ. അവർക്ക് ഈ അസൂയ കൊണ്ട് തന്നെ പറയുന്നത് നമുക്ക് തന്നെ കേട്ടാൽ തന്നെ അറിയാം. ഇതുപോലെ ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മുടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ മത്സരിച്ചവർക്ക് പറ്റുന്നില്ല അംഗീകരിക്കാൻ. അപ്പം നമുക്ക് ജിൻഡോയുടെ ഗ്രാഫ് ഒന്ന് നോക്കാം. പി ആർ വർക്ക് കൊണ്ടാണോ ജിൻഡോ കയറി വന്നത്? അപ്പോൾ നമുക്ക് ഇതാണ് ജിൻഡോയുടെ ഗ്രാഫ്, ടോട്ടൽ വീക്ക് ഗ്രാഫ്. ഹാർഡ് വർക്ക് കൊണ്ട് പതുക്കെ പതുക്കെ എങ്ങനെ കയറാം, പതുക്കെ പതുക്കെ ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം എന്നതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ജിൻഡോയുടേത്. ജിൻഡോയുടെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പ്രസീവാണ്. വളരെ ചെറിയ പെർസെൻറ്റേജിൽ നിന്നും ഘട്ടമായി പടിപടിയായി കയറി ഒരു വീക്ക് 89 എത്തിയപ്പോഴാണ് പുള്ളി ഒരു കുറച്ച് പെർസെൻറ്റേജ് എങ്കിലും ടോപ്പ് എന്ന രീതിയിൽ എത്തി വന്നത്. അത്രയും നാളത്തെ പുള്ളിയുടെ കഠിനാധ്വാനമാണ് പുള്ളിയെ ഈ ലെവലിലേക്ക് എത്തിച്ചത്. അതൊരിക്കലും ഒരു പി ആർ വർക്ക് കൊണ്ട് നേടാൻ കഴിയുകയില്ല. പി ആർ വർക്ക് കാണും, എല്ലാവരും പി ആർ വർക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ പെർഫോമൻസ് വൈസ് കയറി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പി ആർ ഉള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല ശക്തമായ അർജുന്, ഋഷിയെ, ജാസ്മിനെ, ഇവരൊക്കെ ആദ്യം തൊട്ട് തന്നെ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പൊങ്ങി നിന്നവരാണ്. ഓൾറെഡി പോപ്പുലറാണ്. പിന്നെ അർജുൻ ഒരു ഗുഡ് ലുക്കിങ്ങും ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ റീൽസ് ഇട്ടാണ് അവർ പി ആർ പിടിച്ചത്. അവിടെ നിന്നാണ് അർജുനാണ് ടോപ്പിൽ നിന്നത്. കാര്യം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ സ്വന്തം അധ്വാനത്തോടെ കയറി വന്നത് ജിൻഡോയാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. വളരെയധികം ഇമ്പ്രസീവായ ഒരു ഗ്രാഫാണ് ജിൻഡോയുടേത്. വളരെ സ്ലോയിലി ഘട്ടമായിട്ട് ഉയർന്നു വന്നൊരു മനുഷ്യനാണ് ജിൻഡോ. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് വെച്ച് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും എങ്ങനെയാണ് പുള്ളിയുടെ ഗ്രാഫ് പോയിട്ടുള്ളത്. വളരെ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോയിരിക്കുന്നത്. അതായത് കുത്തനെ നേരെ താഴെ നിന്ന് ടോപ്പിലേക്ക് ഓരോരോ ഘട്ടമായിട്ടാണ് കയറിപ്പോയിരിക്കുന്നത്. വീക്ക് 1 വെറും 10% മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ ജിൻഡോയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ്. അതും ആ ആഴ്ചയിൽ തന്നെ പുള്ളിയെ മണ്ടാന്ന് വിളിപ്പേര് കിട്ടി. അതിന് ചെറിയൊരു സോഫ്റ്റ് കോർണർ ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 10 ഏറ്റവും ലോ കിടക്കുന്നത്. അപ്പോൾ സിജോ ആണ് കയറി നിൽക്കുന്നത്, ഓർക്കണം. ആ വീക്കിൽ 1 12 വിളി കേട്ട പുള്ളിക്ക് ഒരു സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്ന് പുള്ളി ആ ആഴ്ച തന്നെ പവർ ടീമിൽ കയറി അവിടെ നിന്ന് പുള്ളിയുടെ ഒരു ജൈത്രയാത്ര തുടങ്ങുകയായിരുന്നു. സെക്കൻഡ് വീക്ക് ആയപ്പോൾ തന്നെ 13%. പിന്നെ അവിടെ നിന്ന് പുള്ളിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വളരെ കുറേശ്ശെയാണ് കയറി പോകുന്നത്. അപ്പോഴും നമ്മുടെ അർജുൻ ടോപ്പിൽ നിൽക്കുകയായിരുന്നു. 62% കിടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ജാസ്മിനൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. പിന്നെ അടുത്ത പവർ റൂമിലുള്ള കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ പുള്ളി കുറച്ചുകൂടെ ഇമ്പ്രൂവായി. 18.54% ആയി. അപ്പോഴും നമ്മുടെ അർജുൻ്റെ വോട്ട് ശ്രീധുവിന് കിട്ടി 24 കിടപ്പുണ്ട്. അങ്ങനെ വീക്ക് 6 വന്നു, അപ്പോഴും പുള്ളിക്കാരൻ താഴെ തന്നെയാണ്. വീക്ക് 7 വന്നു, അപ്പോഴും പുള്ളി താഴെയാണ്. അർജുനാണ് എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത്. അതിനുശേഷം വീക്ക് 8 വന്നപ്പോൾ ആ മറ്റേ ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഒരു ഫാൾസ് അക്യൂസേഷൻ വന്നില്ലേ, അവിടെ നിന്ന് ജിൻഡോ കുറച്ച് മുന്നോട്ട് കയറി. അർജുനെക്കാട്ടിലും 1% കൂട്ടി. വീണ്ടും 9 വന്നപ്പോൾ പുള്ളിക്ക് 40% ഇൻക്രിമെൻ്റ് ഉണ്ടാക്കി. അപ്പോഴും അർജുൻ ഇല്ലായിരുന്നു. പിന്നെ വീക്ക് 10 ചെന്നപ്പോഴത്തേക്ക് പിന്നെ പുള്ളി കുറച്ചൊരു 7% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി. പിന്നെ പുള്ളി അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നു. പുള്ളി എപ്പോഴും പറയുന്നുണ്ട് ഒരു ലെവൽ ചെന്ന് കഴിഞ്ഞാൽ അത് താഴോട്ട് പോകരുത്, അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അങ്ങനെ ആ ലെവൽ താഴാതെ തന്നെ പുള്ളി ആ റാങ്ക് കുറേശ്ശെ ഇപ്പം 32%, 10% അധികം ഏകദേശം പുള്ളി വന്നു. അവസാനം പുള്ളി ഇതുപോലെ വിന്നറായി.